വീട്ടിലേക്കൊന്നും വരണ്ട. നമ്മൾ തമ്മിൽ സംസാരിക്കാൻ വേണ്ട. കണിമംഗലത്തിന്റെ പ്രതാപത്തിനനുസരിച്ചൊരു പെൺകുട്ടിയെ അവരെല്ലാരും കൂടി കണ്ടിട്ട് തരും. ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ആ പെൺകുട്ടിയെ കണ്ടെത്തി. അച്ഛനും അമ്മയും വീട്ടുകാരും എല്ലാവരും കൂടി ആ വിവാഹം ഉറപ്പിക്കാൻ വേണ്ടി ആ വീട്ടിലേക്ക് പോവാ. നല്ല കുട്ടിയായിരിക്കും. നല്ല കുട്ടിയാ. പക്ഷെ അവളുടെ കുഴപ്പമെന്താണെന്നറിയോ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് എങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. ഭഗവാനെ വിളിച്ച് സങ്കടം പറയും. അതാ പരിപാടി. ഇത്ര പൊട്ടിയായി പോയല്ലോ താൻ. എടോ, അച്ഛനും അമ്മ ഇങ്ങോട്ടാ വരാൻ പോകുന്നേ. എടോ, തന്നെ കണ്ട് നമ്മുടെ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ ഉറപ്പിക്കാനായിട്ട് അച്ഛനും അമ്മ ഇങ്ങോട്ടാ വരാൻ നിന്ന്. ചുമ്മാ പറയല്ലേ. സത്യാടോ. എടോ, അവിടെ എല്ലാവർക്കും സന്തോഷമായി. അവര് അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചോണ്ടിരിക്കുക. എന്നോട് കള്ളം പറഞ്ഞേ. എന്തായിരിക്കും പ്രതികരണമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അതാ അങ്ങനെ പറഞ്ഞത്. ഇനി കരഞ്ഞത് മതി. കരഞ്ഞ കൊല്ലും ഞാൻ. വെറുതെ ഞാൻ പേടിച്ചു. അപ്പോഴേക്ക് എത്ര ദൂരം അങ്ങ് ഓടിപ്പോയത്. പെണ്ണ് കാണിക്കുന്നു, കല്യാണം കഴിപ്പിക്കുന്നു, കണിമംഗലത്തിന്റെ പ്രതാപം നോക്കുന്നു. ഒന്നങ്ങ് തന്നാണ്ടല്ലോ. തന്നോ? കുഴപ്പമില്ല. തരാനുള്ളതേ അടിയൊന്നുമല്ല. പിന്നെ